ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കോംബോ ആയിരുന്നു ശ്രീതുവും അർജുനും. സാവധാനം കൂട്ടായി പിന്നീട് വളരെ വലിയ ആത്മബന്ധം പുലർത്തിയവരാണ് ഇരുവരും. ഈ കൂട്ടുകെട്ടിനെ ശ്രീജൂൻ എന്ന പേരിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത്. ശ്രീജുവും അർജുനും ഒരുമിച്ചുള്ള രംഗങ്ങളെല്ലാം കോർത്തിണക്കി ആരാധകർ റീലുകൾ ആഘോഷിച്ചു. ഷോ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരുടേതും പ്രണയമാണോ എന്നായിരുന്നു. ഇപ്പോഴിതാ ശ്രീതു തന്നെ ഇതിന് മറുപടി നൽകുകയാണ്. ബിഗ് ബോസ് അനുഭവങ്ങളെക്കുറിച്ചും ഷോ കഴിഞ്ഞപ്പോൾ ലഭിച്ച സ്വീകാര്യതയെക്കുറിച്ചുമെല്ലാം താരം സംസാരിച്ചു. തമിഴ് പെൺകുട്ടി എന്ന നിലയിൽ ഷോയിൽ തനിക്ക് ഒരു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും ശ്രീതു പറഞ്ഞു. ഇനി ചെന്നൈയിൽ നിന്നും മാറി കേരളത്തിൽ സെറ്റിലാകാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ ഇതുവരെ അതൊന്നും ആലോചിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കി. കേരളത്തിൽ വന്ന് സെറ്റിലാവേണ്ടത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഭാവിയിൽ നടക്കുമോ എന്നറിയില്ല, പറയാൻ പറ്റില്ല. ഭാവി നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലല്ലോ, എന്തും സംഭവിക്കാം. ബിഗ് ബോസ് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഞാനും ബിഗ് ബോസ് കാണുമായിരുന്നു. എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടെ ആ സാഹചര്യത്തിലാകുമ്പോൾ മാത്രമേ എന്തുകൊണ്ട് അത്തരത്തിലൊക്കെ പ്രതികരിച്ചുവെന്ന് മനസ്സിലാവുകയുള്ളൂ. മലയാളം വലിയ പ്രശ്നമായിരുന്നില്ല, എന്നാൽ ചില ടാസ്ക് ലെറ്റർ ഒന്നും വായിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടായിരുന്നു. അത് മംഗ്ലീഷിലാക്കി തരുമോ എന്ന് ഞാൻ ബിഗ് ബോസിനോട് ഒരുപാട് കെഞ്ചിയിരുന്നു. 50 ദിവസം കഴിഞ്ഞപ്പോൾ മംഗ്ലീഷിലാക്കി തന്നു. ആ ആഗ്രഹം അദ്ദേഹം നടത്തി തന്നു. ബിഗ് ബോസ് സീസൺ 6-ലെ എൻ്റെ ഫേവറേറ്റ് വ്യക്തിയാരെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. എങ്കിലും ഫേവറേറ്റ് ആരെന്ന് എടുത്തു ചോദിച്ചാൽ അത് അർജുനാണ്. കാരണം അവൻ എന്നെപ്പോലെ തന്നെയാണ്, ജെനുവിനാണ്. വളരെ പ്ലാനിങ്ങോടെ അവിടെ വന്നവരുണ്ട്. എന്നാൽ ഞങ്ങൾ അവിടുത്തെ ഒഴുക്കിനനുസരിച്ചാണ് പ്രതികരിച്ചത്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ലൂടെ മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി അറിയപ്പെട്ട താരമാണ് അർജുൻ. പല പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് സീസൺ ഫസ്റ്റ് റണ്ണറപ്പ് ആവാനും താരത്തിന് സാധിച്ചു. അതുമാത്രമല്ല, ജിത്തു ജോസഫ് അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു വേഷവും അർജുന് ബിഗ് ബോസിലൂടെ ലഭിച്ചിട്ടുണ്ട്. അർജുന്റെ മാതാപിതാക്കളും അവരെ മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയാണ്. മക്കളുടെ ഏത് ആഗ്രഹത്തിനും ഒപ്പം നിൽക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. അവന്റെ വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അവൻ ആര് വേണമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒപ്പം നിൽക്കും. അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കും. അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡെന്നും ഇരുവരും പറയുന്നു.